ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മദേഴ്സ് കിച്ചൺ ബൈ ആര്യ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്തെന്ന് വെച്ചാൽ, നമുക്ക് സ്വീറ്റൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ബട്ടർ സ്കോച്ച് സേമിയ. സേമിയ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. നമ്മുടെ റെസിപ്പിക്ക് വേണ്ടി ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് മെൽറ്റായി കാരമലൈസ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം ഇവിടെ അലിഞ്ഞ് നന്നായി കാരമലൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറാണ് നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ഐറ്റം. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും കാരമലൈസ് ആയ പഞ്ചസാരയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ബദാം ക്രഷ് ചെയ്തതാണ്. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സോ പീനട്ട്സോ ആണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇത് ഒരു കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത് ഒന്ന് നിരത്തി വയ്ക്കാവുന്നതാണ്. ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇത് നിരത്തി നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് പാല് ചൂടാക്കാനായി വയ്ക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്താണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിത് ചൂടാക്കാനായിട്ട് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മുടെ സേമിയ റെഡിയാക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് സേമിയയ്ക്ക് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പഞ്ചസാര ചെറുതായിട്ടൊന്ന് അലിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് കാരമലൈസ് ചെയ്ത് എടുക്കാം. പഞ്ചസാരയുടെ കളറൊക്കെ മാറി നല്ല കാരമലൈസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണ്ട. അപ്പോൾ നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്തതും പാലും കൂടി നന്നായി മിക്സാക്കി എടുക്കാം. ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പാക്കറ്റിൽ വാങ്ങിച്ച വറുത്ത സേമിയാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. സേമിയ ഏകദേശം ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഇളക്കി തന്നെ കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ പാല് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കൊണ്ട് നമ്മുടെ സേമിയ ഇവിടെ വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏലക്കയുടെ കുരു ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്.
നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബദാം മിക്സ് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പയ്യെ ഇളക്കിയെടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ക്രഷ് ചെയ്ത് വേണം നമുക്കിത് സേമിയ മിക്സിലേക്ക് ചേർക്കേണ്ടത്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. നമ്മുടെ ഈ കാരമലൈസ് ചെയ്ത് ഷുഗറിലേക്ക് ബദാം ഇട്ട് ബട്ടറും ഇട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഐറ്റം. അപ്പോൾ ഇത് എന്തായാലും മിസ് ചെയ്യരുത്. ഈ ഒരു ഐറ്റം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ സേമിയ ഇവിടെ ഏകദേശം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റ് കൂടി ഇതിന് കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. അതും ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മാത്രമേ നെയ്യ് ചേർത്ത് കൊടുക്കാവൂ. നെയ്യ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാം മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ സേമിയയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റമാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബട്ടർ സ്കോച്ച് സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് സർപ്രൈസായിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.